കുഴി എന്റെ ദൈവമേ, എന്റെ ചീട്ട് കീറിയന്നെ. തേങ്ങ തേങ്ങ കൊച്ചേ, ആ തേങ്ങാക്കോയ പോയോ? അയമുട്ടിക്കോയ പോയോന്ന് കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അമ്മച്ചിക്ക് സുഖം തന്നെയല്ലേ? മുതലാളി കുഞ്ഞിരാമൻ നായരുടെ പറമ്പിൽ തേങ്ങ പറിക്കാൻ പോയി. എന്റെ ദൈവമേ, ഒരു അത്യാവശ്യ കാര്യം വരുമ്പോ ഇയാളെ കാണുക, അല്ലെങ്കിൽ കാക്ക പോലെ പറന്നു കിടക്കും. ദേ ഇതും കൂടെ എടുത്തോ, തേങ്ങയ്ക്ക് ഇപ്പൊ ഭയങ്കര വിലയാ കൊച്ചേ. അയമുട്ടിക്ക് എങ്ങോട്ടാ? ഞാൻ ആകാശത്തേക്ക്. അവിടുന്ന് നേരെ എന്റെ സൂര്യനിൽ ഒന്ന് പോകുന്നേ പോരണോ? ഒരു ആവശ്യമില്ലാണ്ട്. വല്ല ആവശ്യം ഉണ്ടായിരുന്ന നാണു നാക്കം വെച്ചോണ്ട് വെറുതെ ഇരുന്നാ പോരെ. പോയാ തേങ്ങ നിക്കേ, ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കൊരു അത്യാവശ്യമില്ല. എന്നാ എനിക്കുണ്ടോ? പോയല്ലേ? വിട്ടോ വിട്ടോ. എടോ ഇങ്ങോട്ട് പാടോ, എടോ വെള്ളം ഇങ്ങോട്ട് അടുപ്പിക്കണോ. ഇയാൾ എങ്ങനെ വിട്ടാ എന്റെ കഞ്ഞൂടി മുട്ടുമല്ലോ ദൈവമേ. എടോ കണ്ണി ചോരയില്ലാത്തവനെ, കണ്ണ് കൂളിംഗ് ഗ്ലാസാ. എടോ എന്നെ രക്ഷിക്കണോ. എന്നെ രക്ഷിച്ചിട്ട് അങ്ങനെ ധീരതക്കുള്ള അവാർഡ് എനിക്ക് വേണ്ട. വെള്ളത്തിന് നല്ല ടേസ്റ്റാ. കുടിച്ചോ കുടിച്ചോ, ഇഷ്ടംപോലെ കുടിച്ചോ. എടോ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടാലും നമുക്ക് പെണ്ണ് ആലോചിച്ച് വരാന്ന് വിചാരിക്കേ. രക്ഷിക്കണോ എന്നെ. കിട്ടി. കിട്ടില്ല. കടക്കാരെ ഓടിവായോ, രക്ഷിച്ചോ. പോടെ. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ വേണ്ട വേണ്ടാന്ന്. ഞാൻ പറഞ്ഞ ശരിയായില്ലേ? വെള്ളത്തിന് നല്ല ടേസ്റ്റ് അല്ലേ? ഒരു വീട് അതൊരു വീട് ശരിയായി സാർ. അയ്യേ, വാലിന് കുറ്റിട്ടോണ്ട് വേണ്ടേ സാർ? ബെല്ലടിച്ചിട്ടുണ്ട് അകത്ത് വരാൻ. ബെല്ല് കൊണ്ടുവന്നില്ല. പതൊക്കെ പിടിച്ചു പോക്ക്. ഊര തിരിഞ്ഞെന്നാണ് തോന്നുന്നത്. ഒരലവലാതിക്ക് വേണ്ടി വീട് തപ്പി സാറോ അലവലാതിയുടെ കയ്യിൽ നിന്ന് അടി കൊള്ളുകയും ചെയ്തു. അടി എനിക്കും വീട് സാറിന്. പക്ഷെ എല്ലാം ശരിയായിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ പുറപ്പെടണം. എനിക്ക് 2 ഡൈവേഴ്സ് കേസ് ഉള്ളതുകൊണ്ട് സാറിനോടൊപ്പം വരാൻ പറ്റിയില്ല. സാറിനെ കൊണ്ടുപോകാൻ ഒരു പാല് വണ്ടി വരും. പാലും വണ്ടി? അതെ, പിന്നെ മിൽക്ക് വണ്ടി. സാർ രാവിലെ വെള്ളം മാത്രമേ കുടിച്ചുള്ളൂ, അത് ആറ്റിലെ അഴുക്ക് വെള്ളം. 10 ഉലുവ. കോട്ടും സൂട്ടും വിട്ട് 10 പൈസ ഇല്ലാതെ എന്തിനെവനൊക്കെ വൃത്തിയായിട്ട ലോഡ്ജിൽ താമസിക്കുന്നത്? നക്കി നായ. ആരാ നക്കി? നിന്റെ തന്ത. പാത്രം എടുക്കണേ. ആ അയ്യോ, സാറിന് ബുദ്ധിമുട്ടാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാത്രം എടുത്ത് ഇങ്ങോട്ട് വെച്ച് ആ പാത്രം ഇങ്ങോട്ട് മാറ്റി ചെറിയ പാത്രം സാറിന്റെ മടിയിലൊക്കെ വെച്ച് ഈ പെട്ടി എടുത്ത് സാറിന്റെ തലയിൽ വെച്ച് കഴിഞ്ഞാൽ സാറിനോട് സുഖമായിട്ടിരിക്കാം. അതെ, നമ്മളെങ്ങോട്ടാ? ഞാൻ ആ കവല ഇറങ്ങിക്കോളാം. എന്നാ കയറി ഓടിച്ചോ. അയ്യോ ചേട്ടാ, എനിക്ക് ഓടിക്കാൻ അറിയില്ല. അയ്യോ ചേട്ടന് പിന്നെ എന്തോ അറിയാം. ഇതേതാ ദാസേ പുതിയ ഇറക്കുമതി? പതുക്കെ പറ. പുലിയാ. പുലിയോ? ആ, അച്ചു എവിടെ നിന്ന് തപ്പിക്കൊണ്ട് വന്നതാ. അയമുട്ടിക്കാരെ വീട്ടിൽ താമസിപ്പിക്കാനാ. പുലിയാണെന്ന് ഉറപ്പുണ്ടോ? ശരീരത്തിൽ വെടികൊണ്ട 7 പാടുകൾ ഞാൻ എണ്ണി. ഇനിയുണ്ട് ബാക്കി. പേടിക്കണ്ട, അധികം അടുക്കാതിരുന്നാ മതി. ബാക്കി കാര്യം ഞാനേറ്റു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കാണാം. വരട്ടെ. എന്റെ കർത്താവേ, ഈ നാട്ടിലും പുലി ഇറങ്ങിയോ? അതെ, നമ്മളെ കെട്ടോള് സ്നേഹം കൂടുമ്പോ ഇന്ന അങ്ങനെ വിളിക്ക. അയമൂന്ന്. ഒരു പുന്നാരത്തിന്. പുന്നാരത്തിന് എന്ന് വെച്ച് നീ അയമുട്ടിക്കാന്ന് വിളിച്ചാ മതി കേട്ടോ. ചോദിക്കട്ടെ, എന്തോ മൂപ്പരെ കണ്ണും മോറും കണ്ടിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. എന്ത് പിടുത്തം കിട്ടുന്നില്ല? ഒരു വിശ്വാസം വരില്ലാന്ന്. അങ്ങനൊന്നും ഇല്ലെന്നേ. ആള് നല്ല പുള്ളിയാ. അല്ല, ജയിൽ പുള്ളിയോ? ജയിൽ പുള്ളി ഒന്നും അല്ല, നല്ല മനുഷ്യനാന്ന് പറഞ്ഞതാ. ഞവളെ പോലെ. അതെ അതെ. അയമുട്ടിക്ക് സാറിനെ കുറിച്ച് പറയായിരുന്നു.
അങ്ങ് ഇഷ്ടമായിന്ന്. അമ്മൂട്ടിക്ക് നല്ല മനുഷ്യനാ, നല്ല ഉണക്കക്കൊപ്ര പോലത്തെ മുഖം, അല്ല മനസ്സാ. മതിയടേ മോസ്തുതി, എവിടെ ഇപ്പൊ അതിന് അച്ചു? വരുന്നടോ. പുറത്തിറങ്ങിയോ? എന്താ എന്താ കേറി പോടി അകത്ത്. ആ ദാസമന്ത്രിതോ? സത്യം പറച്ചു, ആ വന്നവനാരാ? എവൻ? ആ കാറിൽ വന്നവൻ. ആഹാ, നല്ല പാർട്ടിയല്ലേ. 2-3 മാസത്തേക്ക് താമസിക്കാൻ വീട് വേണമെന്ന് പറഞ്ഞ് എന്നെ ഒന്ന് മുട്ടി. ആ കാര്യത്തിന് അയമുട്ടി ഒന്ന് മുട്ടി. എന്തിനാ കിട്ടുന്ന നിമിഷം കളയുന്നത്? അല്ല, ഈ കമ്മീഷൻ നിനക്ക് അനുഭവിക്കാൻ സാധിക്കുമെന്നാ എന്റെ ഇപ്പോഴത്തെ സംശയം. എന്താ ഇപ്പൊ അങ്ങനെ ഒരു സംശയം? അവൻ പുലിയല്ലേ? പുലി ആയാലെന്ത്, സിംഹായാലെന്ത്? സത്യം ദാസ് ആരോടെങ്കിലും തുറന്നു പറഞ്ഞാൽ നിന്റെ കഞ്ഞി പാറ്റ വീഴുകയല്ലേ? അവൻ ആരോടും പറയില്ല. അവനെ എനിക്ക് നല്ല വിശ്വാസ, അത് ഉറപ്പാ. അവന്റെ കഞ്ഞി എന്റെ കഞ്ഞി ഒന്നാ, ഇയാള് മാറിയില്ല. കർത്താവേ, ഇത് പുലി തന്നെ. മുട്ടിക്കോയാ, ഞാൻ വരെ അല്പം വൈകിയല്ലേ. കാലത്ത് 2 ഡൈവേഴ്സ് കേസ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ആകെ പ്രശ്നം. അവർക്ക് 2 പേർക്കും ഒന്നാകണമെന്ന് ഞാൻ വിടുവോ? ഞാൻ എല്ലാ അടവും പയറ്റി കലക്കി കൈ കൊടുത്ത് 2 പേരും കണ്ണീരും കൈയുമായിട്ട് 2 വഴിക്കും പിരിയുന്ന കണ്ട ശേഷമാണ് എനിക്ക് ശ്വാസം വീണത്. ഇതിന്റെ ശ്വാസം പോയോ? സന്തോഷം, ചത്തില്ല. ആഹാ, സാറൂടെ ഉണ്ടായിരുന്നോ? ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണിക്കായിരുന്നു. എന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഉറപ്പിക്കാമല്ലോ. പിന്നെ ഉറപ്പിക്കാം. എന്നാ ഐശ്വര്യ മറ്റേ 100 രൂപയും തന്നെ. കമ്മീഷനല്ല, വാടക, അഡ്വാൻസ്. കമ്മീഷൻ വേറെ ഉണ്ട്. ഐശ്വര്യട്ടെ, കൈ ഇങ്ങോട്ട് നീട്ടില്ലേ. മെല്ലെ പിടിച്ചു വലി. ഈ ഇന്ത്യ മഹാരാജ്യത്ത് പരസ്പരം ചതിക്കാണ്ടും കള്ളത്തരം കാണിക്കാണ്ടും അയമുട്ടിക്കാന്റെ ഈ വീട് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്നു. അന്യ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഈ നല്ല മനുഷ്യൻ ഈ മഹാരാജ്യത്ത് ലോകാവസാനം വരെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വിരോധമില്ല, പ്രാർത്ഥിക്കാം. പക്ഷെ ആ കീശയിൽ ഇടണമെന്നായിരുന്നു എന്റെ ആശ, പക്ഷെ കീശ മാറിപ്പോയി. എന്റെ കാര്യം 2 രൂപയെ. അധികം അടുത്ത് പോണ്ടത് കടിക്കും. ഒന്നും പറയാറായിട്ടില്ല. ചേരുംപടികൾ ചേർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാ മുന്നോട്ട് നടന്നു തുടങ്ങി, അടുത്തെത്തിക്കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ എന്തും സംഭവിക്കാം. മുളക് വെള്ളം എടുത്തൊഴിക്കേ. എന്താ എന്താ എന്താ? അയ്യോ അയ്യോ, എടാ അന്തപ്പാ, എന്റെ കണ്ണു തീർന്നതാ. സൈക്കിൾ ട്യൂബിലെ ഇതാരും സാറോ? പിന്നെ നമ്മളെ വീടൊക്കെ നല്ല സൗകര്യല്ലേ? ഇനി സൗകര്യത്തിൽ കുറഞ്ഞാലും വാടക. അന്തപ്പൻ ഒന്ന് പറഞ്ഞു മനസ്സിലായിക്കോട്ടെ. എനിക്ക് നേരല്ല, കുറച്ചുകൂടെ സ്ഥലത്ത് തേങ്ങ എടുക്കാനുള്ള. ആ വീട്ടിലെന്താ പ്രശ്നം? അതൊരു സ്ഥിരം യുദ്ധമാ സാറേ. ആ പെണ്ണിന് ഭ്രാന്താ. കുട്ടപ്പ, കാറ്റിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? ഒന്നും പറയണ്ട സാറേ, ഇപ്പോഴത്തെ സൈക്കിളിനൊന്നും കാറ്റിന്റെ ആവശ്യം ഇല്ലെന്ന് വന്നിരിക്കുക. കാറ്റിന്റെ ആവശ്യം ഇല്ലേ? ഓ, എല്ലാം ഇപ്പൊ കമ്പ്യൂട്ടറിലല്ലേ ഉള്ളുന്നത്. കാറ്റ് റെഡി. അയ്യോ, എന്റെ കാറ്റ് പോയി. എന്നെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിച്ചടാ, എവിടെയെങ്കിലും ഒളിപ്പിക്കാം. അയ്യോ എന്റെ അമ്മ, ഞാൻ ഇങ്ങോട്ട് ഓടും. അയ്യോ, കത്തില്ലാത്തോണ്ട് തന്നെ ഓടുന്നത്. സത്യം പറഞ്ഞ ഇന്ന് വരെ അശ്വതിയുടെ പേരിൽ ഒരു കത്തും തപാൽ ഓഫീസിൽ വന്നിട്ടില്ല. വന്നാ ഞാൻ തരാതിരിക്കുവോ? ഇങ്ങനെ കുത്തിനു പിടിച്ച് കത്തുണ്ടോന്ന് ചോദിക്കുന്ന ആരെങ്കിലും കണ്ട നാളെ എന്റെ പണി പോകും. അശ്വതി പൊയ്ക്കോട്ടെ, നിങ്ങളെ കൊണ്ട് എനിക്ക് ഒരു ഗുണമില്ല. ബാലേട്ട എനിക്ക് എഴുതുന്ന കത്തൊക്കെ നിങ്ങൾ എനിക്ക് തരാതിരിക്കുന്നതല്ലേ? ഞാൻ തരാതിരിക്കും. ഈ ചിന്നമണിക്ക് എന്തിനാ നിന്റെ വാലേട്ടന്റെ കത്ത്? ഒരു കാര്യം ചെയ്യും, എങ്ങനെയെങ്കിലും അവന്റെ അഡ്രസ് തപ്പിപ്പിടിച്ച് അങ്ങോട്ട് കത്ത്. അപ്പൊ മറുപടി വരും. ഞാനത് കൊണ്ടുവന്ന് അരേഞ്ച് ചെയ്യാം. എനിക്കറിയാം, ബാലേട്ട എനിക്ക് എഴുതാറുണ്ട്. എന്നെങ്കിലും ഒരിക്കൽ എന്റെ കയ്യിൽ ആ കത്ത് കിട്ടും, നോക്കിക്കോ. ഞങ്ങളെ പറ്റിക്കാനേ ദൈവം വിചാരിച്ചാലും സാധിക്കില്ല. പിന്നല്ലേ ഒരു പോസ്റ്റ്മാൻ.
കത്തിന് പിടിക്കാഞ്ഞ ഭാഗ്യം. പിന്നെ ഞാനൊരു തമാശ പറഞ്ഞാൽ അതൊരു തമാശയായിട്ട് തോന്നിയ ഒന്ന് ചിരിച്ചേക്കണം. അല്ലെങ്കിലോ? അല്ലെങ്കിൽ ഒരു മറുപടി. പേടിക്കാനൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് ഞെട്ടും, അത്രേ ഉള്ളൂ. പറയട്ടെ, എനിക്ക് ഹലോ. എന്താ രണ്ടുപേരും കൂടി പ്രേമിക്കുക? അയ്യേ, ദാസേട്ടൻ എന്താ ഇന്ന് പാലും വണ്ടി എടുത്തില്ലേ? എടുത്തു. അല്ല അല്ല, ഈ പാല് റിപ്പയർ ആയതുകൊണ്ട് അല്ല, വണ്ടി റിപ്പയർ ആയതുകൊണ്ട് പാല് റിപ്പയർ ആയി. അല്ല അല്ല, ഈ വണ്ടിയും പാലും ഒക്കെ ഇപ്പൊ റിപ്പയർ ആയി. പോരെ? നിന്റെ കളിതമാശ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആളും തരം നോക്കി സംസാരിക്കാൻ നിനക്കറിയില്ല. അയ്യോ, സംസാരിച്ചത് കുഴപ്പമായില്ലേ? ആ, ബാലേട്ടൻ ഇങ്ങോട്ട് വന്നോട്ടെ, ഇതിനൊരു തീരുമാനം ഉണ്ടാവോ നോക്കാം. പോടി അവിടുന്ന്, നിനക്ക് വട്ടാ. സാറെന്താ ഇവിടെ നിൽക്കുന്നത്? അങ്ങോട്ട് പോണില്ലേ? എന്താ ഇവിടെ? എന്ത് പറയാനാ എന്റെ സാറേ, മരിച്ചുപോയ ഒരുത്തൻ തിരിച്ചു വരാൻ വേണ്ടി ആനയെ കൊണ്ട് 101 കുടം വെള്ളത്തിൽ ആ പെങ്കൊച്ചിനെ കുളിപ്പിക്കുക. പെണ്ണിനും തന്തയ്ക്കും വട്ടെന്നല്ല, എന്താ പറയാ. ഏതായാലും ഇത് കഴിഞ്ഞ് സദ്യ ഉണ്ടാവും. പത്മനാഭനാണോ ശങ്കരക്കുട്ടിയാണോ? ഏത്? അല്ല, ആനയെ. പത്മനാഭനാണെ 2 പാപ്പാമാരെ വലിച്ചു കീറിയതാ. എന്നാ പോട്ടെ, ഇവിടെ തന്നെ നിന്നോ, ആന വരും. എന്തേ 101 നിർത്തിക്കളഞ്ഞേ? 1001 ആവായിരുന്നില്ലേ? ചന്നി കയറി ചാവായിരുന്നു. ചുക്ക് കാപ്പിയ, ഇത്തിരി കുടിച്ചോളൂ, പനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടും. കുടിക്കാനാ പറഞ്ഞേ. ഞാൻ കൊടുത്തോളാം. ഇത് കുടിക്കില്ല കുട്ടിയെ, ഇതിന്റെ തലയിലെടുത്ത് വേറെയാ. എഴുതിയ ദൈവത്തിന് പോലും അതിപ്പോ വായിക്കാൻ ബുദ്ധിമുട്ടാ. അല്ല പിന്നെ അനുഭവിക്കുക എന്നെ ഇല്ലണ്ടപ്പോ എന്താ ചെയ്യാ? സാരമില്ല, ഉറങ്ങിക്കോളൂ. ഓം ഹ്രീം സ്വാഹ, ഓം സ്വാഹ. വരൂ, എന്റെ പ്രാന്ത് ഇന്നോടെ ഞാൻ അവസാനിപ്പിക്കാം. വരൂ, ഇവിടെ ഇരിക്കും. ഇരിക്കാൻ, അങ്ങോട്ട് കെട്ടുപണിക്കരെ എന്നെ ചതിക്കാനാ. ശൈവഭൂതങ്ങളെയും അവരുടെ മരുമക്കളെയും ഞാൻ കെട്ടിയ ഈ ഉറുക്ക് ധൈര്യത്തില് കയ്യിൽ കെട്ട്. ഇനി ഒരുത്തന്റെ ചിന്തകളും ഇവളെ ബാധിക്കുകയില്ല. സകല ബാധകളും ഒഴിഞ്ഞു മറഞ്ഞു പോകും. ഓം ഹ്രീം ക്ലീം സ്വാഹ. ഒരു ചെമ്പ് ശുദ്ധമായ ജലം കൊണ്ടുവരൂ. മോള് പേടിക്കണ്ട, ഞാൻ ഇതിൽ ഊറിയത് തിരിച്ചടിക്കണ കാറ്റല്ല, നേരെ അടിക്കണ കാറ്റാണ്. നിന്റെ മനസ്സിൽ ആരാണോ ഉള്ളത് അവൻ വരും, അവനെ മതിയായിരുന്നു. ഓം കൊണ്ടാ. അയ്യോ എന്റെ കുഞ്ഞ്, പേടിക്കണ്ട, ധൈര്യമായിട്ട് കെട്ടിക്കോളൂ. കെട്ടിത്തീരുന്നവരെ കുട്ടി അറിയൂല. തൊട്ടുഴിയാടാതെ കെട്ടു, തൊട്ടുഴിയാടാതെ കെട്ടാൻ. തിരിഞ്ഞു നോക്കരുത്, എവിടെയാ കെട്ടണ്ടേ? തിരിഞ്ഞു നോക്കരുത്, തൊട്ടുഴിയാടാതെ കെട്ടു. എങ്ങനെയായാലും പണിക്കരുടെ ഇത്തവണത്തെ മന്ത്രം ഫലിച്ചു എന്നാ തോന്നുന്നത്. ശാന്തി ശാന്തി ശാന്തി. ചേച്ചി, ഈ പണിക്കരുടെ മന്ത്രം ഫലിക്കുന്നു പറയുന്നത് ശരിയാണോ? പിന്നെ ചത്ത കോഴിയെ വരെ ജീവനോടെ പറപ്പിച്ചിട്ടുണ്ടെന്നാ എല്ലാരും പറയുന്നേ. എനിക്ക് തോന്നുന്നു ഇതുവല്ല സൈനൈഡും ആയിരിക്കും. പുലികളുടെ കഴുത്തിൽ കെട്ടി തൂക്കുന്ന പോലെ. അല്ലടാ, ഇതുവല്ല ബോംബായിരിക്കും. പൊട്ടിത്തെറിക്കുക ചേച്ചി. അങ്ങനെ ഒരു ബോംബും അശ്വതി ചേച്ചിയുടെ ദേഹത്ത് പൊട്ടൂല. മോൻ പേടിക്കണ്ട കേട്ടോ. അശ്വതി, നിന്റെ ബാലേട്ടന്റെ കത്ത് വന്നു. കത്ത് വന്നോന്ന്. പദ 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 സരി ഗരി ഗ സരി ഗരി ഗരി സദ പദ സരി ഗരി ഗരി സദ പദ സരി പദ മ പദ മ പദ സരി പദ അശ്വതി, ഗ മ പദ സരി സ
തുറക്ക് ചേച്ചി. എന്താ എഴുതിയിരിക്കുന്നത് നോക്കാലോ. തുറക്കാൻ തോന്നുന്നില്ല. കാത്തിരിക്കണ്ടെന്നോ മറ്റോ എഴുതിയിട്ടുണ്ടെങ്കിലോ? അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ചേച്ചി പൊട്ടിക്ക്. എന്നാ തുറക്കട്ടെ. എന്ത് വിഡ്ഢിത്തര നീ കാണിക്കുന്നത്? ഈ പാവത്തിന് തല്ല നാണമില്ലേ? തൊട്ടുപോരുത്. എന്നെ തല്ലിയല്ലേ? പോടാ. പോടാ. വയ്യ ബാലേട്ട, ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു. വയ്യ. നീ ഇങ്ങനെ നാട്ടുകാർക്ക് ഒച്ച വെക്കല്ലേ. ഒച്ച വയ്ക്കല്ല. ഈ നാട്ടുകാരെ മുഴുവൻ വിളിച്ചേർത്ത് ഞാൻ പറയും എന്റെ മോടെ ജീവിതം നശിപ്പിക്കുന്ന ഏട്ടനാന്ന്. ആരെന്റെ മോൾ എങ്ങനെ നശിച്ചാലും ബാക്കിയുള്ളവർക്ക് എന്താ? ഏട്ടനും ഉണ്ടല്ലോ ഒരു മോള്. അവക്ക് ഈ ഗതി വന്നാ ഏട്ടൻ സഹിക്കോ? പറയൂ. അശ്വതിയുടെ ചോറും പൊതിയില് ബാലനുള്ള ചോറും കൂടെ വെച്ച് നീയാ രണ്ടുപേരെ സ്കൂളിൽ പറഞ്ഞയച്ചിരുന്നത്. പഠിച്ചു പഠിച്ചു വലിയ കളക്ടർമാരാവണമെന്ന് നീ അവരോട് പറയാറുണ്ടായിരുന്നു. ഒന്നും മറന്നിട്ടില്ലല്ലോ. അമ്മയില്ലാതെ വളർന്ന എന്റെ കുഞ്ഞുങ്ങൾക്ക് നീ ഒരു അമ്മയായി. വലിയ വലിയ മോഹങ്ങൾ നീ വെച്ച് പുലർത്തിയപ്പോഴും ഞാൻ അത്രത്തോളം ഒന്നും ആശിച്ചില്ല. നീ തന്നെയല്ലേ അവനെ അവൾക്ക് വേണ്ടി പറഞ്ഞു വെച്ചത്. നിന്റെ വേദന എന്താണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ചെറിയടുത്ത് തറവാട്ടിലെ തന്റെ വേദന നീയും മനസ്സിലാക്കിക്കൊള്ളാം. മരിച്ചു മണ്ണടിഞ്ഞു പോയതിനെ കുറിച്ച് ഇനി വേദനിച്ചിട്ട് എന്താ കാര്യം? ലീലാവതി, അവള് മറ്റൊരാളെ വിവാഹം കഴിച്ച് ജീവിക്കുന്നതിലും ഭേദം എന്റെ മോന്റെ ഓർമ്മകളുമായി ഭ്രാന്ത് പിടിച്ചു മരിക്കുന്നു.